എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടീം തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സും കൂടെ നമ്മൾ ടീമിലോട്ട് വന്നത് ശരിക്കും ടീമിന് ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. ഒരാൾ IPL ഫൈനൽ കഴിഞ്ഞ് വന്ന വിഷ്ണു വിനോദ് ടീമിൻ്റെ ഒപ്പം ഉണ്ട്, അത് ശരിക്കും ഗുണം ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടറാണ് അഖിൽ MS, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതും ടീമിലോട്ട് വരുമ്പോൾ ടീം ഒന്നും കൂടെ സ്ട്രോങ് ആവാണ്. അതാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളൊരു വ്യത്യാസം. ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. ഒരു വലിയ വ്യത്യാസം അടിച്ചിടാനുള്ള ടീമുണ്ട് ഉറപ്പായിട്ടും. ഗുഡ് സൈഡാണ്. ഓക്കെ, നമ്മൾ ഈ ബിജു നാരായണൻ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുള്ളത് കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ്. അപ്പൊ ഇവിടെ പാട്ടുപാടി വിക്കറ്റ് എടുക്കുന്ന ബിജു ഉണ്ട് അല്ലേ? കഴിഞ്ഞ തവണ 17 വിക്കറ്റ് അല്ലേ? അതെ അതെ 17 വിക്കറ്റ്. അതെ. എന്താണ് അതിന്റെ ഒരു മാജിക്? അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. നല്ല സപ്പോർട്ടായിരുന്നു ടീമായാലും മാനേജ്മെന്റ് ആയാലും കൂടെ കളിച്ച പ്ലേയേഴ്സ് ആയാലും. ക്യാപ്റ്റനായ സച്ചിയേട്ടൻ നല്ലൊരു സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു പ്രഷറില്ലാതെ നല്ല രീതിയിൽ ബോൾ ചെയ്യാനും. ബിജു തിരുവനന്തപുരത്ത് തന്നെയല്ലേ? തിരുവനന്തപുരത്ത്. അപ്പോൾ നാട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ കളി കാണാൻ വരും. വരും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വന്നിരുന്നു, ഇപ്രാവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോയി? നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ. അപ്പോൾ ഇത്തവണ നമ്മൾ വീണ്ടും കഴിഞ്ഞ തവണത്തെ എങ്ങനെ കാട്ടും ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ടാകും. അതെ, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഏതാ